ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നത് മുഹമ്മദ് ഹുസ്നല്ല പ്രിയപ്പെട്ടവര്. അതൊക്കെ റബ്ബർ സ്റ്റാമ്പാണ്. CPI-ക്കാരും CPM-കാരും പോലും കൈപ്പത്തി ചിഹ്നത്തിൽ പട്ടാമ്പിയിൽ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥി ആരുമായിക്കൊള്ളട്ടെ, എണ്ണയിട്ട യന്ത്രം കണക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേഡർ സംവിധാനം ആ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ഹൃദയബന്ധാണ്. പട്ടാമ്പിയിലെയും മുഴുവൻ മനുഷ്യരെയും ഒറ്റുകൊടുത്ത് പിണറായി വിജയന്റെ സിംഹാസനത്തിന് താഴെ നട്ടെല്ല് പറയും വെച്ച് വിനീത വിധേയനെ പോലെ ഇരുന്നിട്ടാണ് ഈ ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് നടുവിലേക്ക് വീണ്ടും വരുന്നത്. നിങ്ങളുടെ വോട്ടും വാങ്ങി കഴിഞ്ഞ 10 കൊല്ലക്കാലം MLA ആയി ഞെളിഞ്ഞ് ഇവിടെ മുഴുവൻ നടന്ന് തിരുവനന്തപുരത്ത് നിങ്ങളുടെ ചെലവിൽ കിട്ടുന്ന ഹോസ്റ്റൽ മുറിയിൽ തിന്നു കുടിച്ച് കിടന്നിട്ടോ ഈ ചെയ്തതുണ്ടല്ലോ, അത് പിന്നീന്ന് കുത്തുന്ന പണിയാണ്. കഴിഞ്ഞ 1 പതിറ്റാണ്ട് കാലമായി കേരളത്തോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് മുഹസിന്റെ പാർട്ടിയുടെ മുഹസിനേക്കാൾ വലിയ നേതാവ് ആനി രാജ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത അന്ന് മുതൽ അയാൾക്ക് പിറകിൽ നിന്ന് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് അവരൊക്കെ പറഞ്ഞെങ്കിൽ അതേ രൂപത്തിൽ ഇപ്പൊ കേരളം വന്ന് നിൽക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണിത്. ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നത് മുഹമ്മദ് ഹുസ്നല്ല പ്രിയപ്പെട്ടവര്. അതൊക്കെ റബ്ബർ സ്റ്റാമ്പാണ്. നിങ്ങളുടെ നേരെ ചിരിക്കുന്ന മുഖങ്ങളാണ്. നിങ്ങൾ മുഹമ്മദ് മുഹസിന് വോട്ട് കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത് ഇടതുപക്ഷമല്ല എന്ന് മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചോദിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവരുടെ CPI-ക്കാരും CPM-കാരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ CPI-ക്കാരും CPM-കാരും പോലും കൈപ്പത്തി ചിഹ്നത്തിൽ പട്ടാമ്പിയിൽ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്കും പൊറുതി കൂട്ടി ഈ CPI, ഇവിടെ മുഹമ്മദ് മുഹസിന്റെ പാർട്ടി, അവരിപ്പോ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പിണറായി മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് തുടർച്ച ഉണ്ടാവണം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവര് ഈ മുന്നണിയായി നിൽക്കുമ്പോ ഇപ്പൊ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്, ഒരു ഹൃദയബന്ധമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ചെറിയ പൊട്ടലും പിണക്കവും ഉണ്ടായാലും കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥി ആരുമായിക്കൊള്ളട്ടെ, എണ്ണയിട്ട യന്ത്രം കണക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേഡർ സംവിധാനം ആ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ഹൃദയബന്ധാണ്. ആത്യന്തികമായി നമ്മളെ ധിക്കരിച്ച് കോൺഗ്രസിനെ ധിക്കരിച്ച് നമ്മളോ പോവാറില്ല എന്നതാണ്. അതിപ്പോ നിങ്ങൾ കണ്ടില്ല, PM ശ്രീ വിവാദം വന്നപ്പോ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഹമ്മദ് മുഹസിനടക്കം പ്രിയപ്പെട്ടവരെ 19 MLA-മാരുണ്ട് കേരള നിയമസഭയിൽ ഇവിടെ മത്സരിക്കുന്ന CPI എന്ന പാർട്ടി. അതിൽ 4 പേർ മന്ത്രിമാരാണ്. PM ശ്രീ എന്ന് പറയുന്ന സ്കൂളിന്റെ ഗേറ്റിൽ മോഡിയുടെ പടം വെക്കുന്നത് മാത്രമല്ല, പിന്നെയോ ഒരു പള്ളി പൊളിക്കാൻ 10 ആൾ വേണമെങ്കിൽ 10 പള്ളി പൊളിക്കാൻ എത്രയാൾ വേണം? ഇതൊരു ചോദ്യമാണ്. എവിടെയാണ് ഈ ചോദ്യം വരുന്നത്? കുട്ടികളുടെ കണക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ഒരു പള്ളി പൊളിക്കാൻ 10 ആൾ വേണം, എന്നാ 10 പള്ളി പൊളിക്കാൻ എത്രയാൾ വേണം എന്ന ചോദ്യം അച്ചടിച്ച് വരുന്നത് ഗുജറാത്തിലെ കണക്കിന്റെ ചോദ്യത്തിലാണ്. അവിടുത്തെ കുട്ടികൾ കണക്ക് പഠിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള പച്ച വർഗീയത എന്റെയും നിങ്ങളുടെയും കുഞ്ഞുമക്കൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലേക്ക് കുത്തിത്തിരുകാൻ, ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാൻ, ക്ലാസ് മുറികളിൽ നിന്ന് മതഭ്രാന്ത് മനസ്സിൽ പേരുന്ന RSS കേഡർമാരെ അടവച്ച് വിരിയിച്ചെടുക്കാൻ നരേന്ദ്രമോദി പ്ലാൻ ചെയ്തു കൊണ്ടുവന്ന PM ശ്രീ പദ്ധതി അത് നടപ്പാക്കില്ല. അത് കേരളത്തിന്റെ നിലപാടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്, CPM-ന്റെയും CPI-യുടെയും നിലപാടാണ്. നിങ്ങളുടെ MLA-യുടെ പാർട്ടിയുടെ മന്ത്രിമാർ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സഖാവെ നമ്മളിൽ ഒപ്പിടാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് 3 ദിവസം മുൻപ് വാസുകി IAS ഡൽഹിയിലെത്തി ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നതാണ്. ആ കരാറിന്റെ അപകടം ഞാൻ പറഞ്ഞു. എന്റെയും നിങ്ങളുടെയും പുസ്തക സഞ്ചിയിൽ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ തൊട്ടടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയോട്
മതത്തിന്റെ പേരിൽ വെറുപ്പുണ്ടാക്കുന്ന RSSന്റെ അന്തപുരത്തിൽ എഴുതി തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ അത് കൊണ്ടുവന്ന് വച്ചിട്ട് ഈ കേരളത്തെ എന്നേക്കുമായി കലാപഭൂമിയാക്കാൻ പറ്റിൽ ഇവിടെ വളരാനിരിക്കുന്ന ഒരു തലമുറ തലച്ചോറിൽ മതം മാത്രം പേര് നടക്കുന്നവരായി മാറുന്ന അപകടകരമായ ഒരു അജണ്ട അതിന് ഇയാൾ ഒത്താശ ചെയ്തു കൊടുത്തു. നിങ്ങളുടെ MLA അറിയാതെ, അവരുടെ പാർട്ടി അറിയാതെ, അവരുടെ പാർട്ടിയുടെ മന്ത്രിമാർ അറിയാതെ. എന്തിനാണ്? 500 കോടി രൂപ കിട്ടും എന്നാണ്. അത് ഒപ്പിട്ടാൽ തൽക്കാലത്തേക്ക് ഒരു 500 കോടി രൂപ കേന്ദ്രം പാസാക്കി തരും എന്നാണ്. ഇവിടെ കിടക്കുന്ന ഇവിടുത്തെ MLAയുടെ പാർട്ടി ആദ്യം ഒന്ന് ചാടി നോക്കി, പിന്നെ ഒന്ന് തുള്ളി നോക്കി, പിണറായി വിജയൻ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ആദ്യം ഒന്ന് കണ്ണുരുട്ടി. എന്നിട്ട് പറഞ്ഞു, തെരഞ്ഞെടുപ്പൊക്കെ വരില്ലേ, നിങ്ങളെ പാർട്ടിക്ക് കുറച്ച് സീറ്റ് തരും, കുറച്ച് MLA-മാരും കിട്ടും, പിന്നെ പറ്റിയാൽ കുറച്ച് മന്ത്രിമാരെയും തരും. അതിനപ്പുറത്ത് കണ്ണുരുട്ടാനോ ഭയപ്പെടുത്താനോ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, പട്ടാമ്പിയിലെ ഈ മുഴുവൻ മനുഷ്യരെയും ഒറ്റുകൊടുത്ത് പിണറായി വിജയന്റെ സിംഹാസനത്തിന് താഴെ നട്ടെല്ല് പറയും വെച്ച് വിനീത വിധേയനെ പോലെ ഇരുന്നിട്ടാണ് ഈ ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് നടുവിലേക്ക് വീണ്ടും വരുന്നത്. കത്തിക്ക് കുത്താൻ കരക്കിടുന്നില്ല. നമ്മുടെ മുന്നിൽ ഒരു ശത്രുവുണ്ട്. ആ ശത്രു പ്രിയപ്പെട്ടവരെ നേർക്കുനേരെ നിങ്ങളെ കുത്താൻ വരികയാണ്. ഞാൻ എന്റെ ഉമ്മമാരോടും അമ്മമാരോടും പറയാണ്, നമ്മുടെ ഒരു ശത്രു മുന്നിൽ നിന്ന് ഊരിപ്പിടിച്ച കത്തിയുമായി കുത്താൻ വന്നാൽ അവന് നമുക്കൊരു അന്തസ് കൊടുക്കാം, അവനൊരു മാന്യത കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ അവനെ അടിച്ചു വീഴ്ത്തും, ചിലപ്പോൾ അവനെ നിലത്തിട്ട് ചവിട്ടും. പക്ഷെ അവനോട് നമുക്കൊരു ബഹുമാനമുണ്ട്. എന്താണ്? അവൻ നേരെയാണ് വന്നത്, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവന്റെ കടാര നമ്മുടെ നെഞ്ചിന്റെ നേരെയായിരുന്നു. ഇവിടെ ചെയ്തതുണ്ടല്ലോ, നിങ്ങളുടെ വോട്ടും വാങ്ങി കഴിഞ്ഞ 10 കൊല്ലക്കാലം MLA ആയി ഞെളിഞ്ഞ് ഇവിടെ മുഴുവൻ നടന്ന് തിരുവനന്തപുരത്ത് നിങ്ങളുടെ ചെലവിൽ കിട്ടുന്ന ഹോസ്റ്റൽ മുറിയിൽ തിന്നു കുടിച്ച് കിടന്നിട്ടോ ഈ ചെയ്തതുണ്ടല്ലോ, അത് പിന്നീന്ന് കുത്തുന്ന പണിയാണ്. നേരെ വരുന്നവൻ ശത്രുവാണ്, അവനൊരു അന്തസ് കൊടുക്കാം. പിന്നീന്ന് കഠാരയുമായി വരുന്നവൻ ചതിയനാണ്, അവന് മാപ്പില്ലെന്ന് പട്ടാമ്പി ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പായി ഇതിനെ മാറ്റാൻ കഴിയണം നിങ്ങൾക്ക് എന്നതാണ്. ഈ ചതിയെ വെച്ച് പൊറപ്പിക്കരുത് നമ്മള്, ഈ വഞ്ചനയെ വാഴാൻ സമ്മതിക്കരുത് നമ്മള്. അതിന് പട്ടണയൊരുക്കണം, അതിന് കുഴിവെട്ടി മൂടണം. അവിടെ കോൺഗ്രസ് ഇല്ല, അവിടെ മുസ്ലിം ലീഗ് ഇല്ല, നമ്മുടെ ഇടയിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതുമില്ല. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമില്ല, മലയാളികളെ ഉള്ളൂ, പട്ടാമ്പിയേ ഉള്ളൂ. പട്ടാമ്പിയ ജനവിധിക്ക് തയ്യാറെടുത്തു കഴിഞ്ഞെന്ന് പ്രിയപ്പെട്ട ഷാജി എന്ന സ്ഥാനാർത്ഥിയെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പറഞ്ഞേക്കാൻ ഈ നാടിന്റെ മണ്ണും ഈ നാടിന്റെ മനസ്സും ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പ്രവചിക്കുമ്പോ അതൊരു ചെറിയ വിജയമായി പോരാ. ഈ ചതി ചെയ്യാൻ ഇനിയൊരാൾക്കും ധൈര്യം വരാത്ത വണ്ണം 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയണം. ഇനി വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്കൊരുങ്ങാം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. വൻ വിലക്കുറവിനൊപ്പം നേടൂ കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ് വിഷു ഈസ്റ്റർ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന കൂപ്പണിലൂടെ ഡെയിലി നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. സ്ത്രീകൾക്കായി കൈത്തറി സാരികൾ, മ്യൂറൽ പെയിന്റിംഗ് സാരികൾ, ഫാൻസി സാരികൾ, സിൽക്ക് സാരികൾ, പുത്തൻ ട്രെൻഡ് സെറ്റ് മുണ്ടുകൾ, ഡിസൈനർ പട്ടുപാവാടകൾ, മികച്ച കളക്ഷനോട് കൂടി ജെൻസ് വെയർ സെക്ഷൻ, കിഡ്സ് ഫാഷനുകളിലെ വൈവിധ്യങ്ങളുമായി കിഡ്സ് വെയർ കളക്ഷൻ, കൂടാതെ വെഡ്ഡിംഗ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ വൈവിധ്യങ്ങളും. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.